രജ ഞാനാണ് സുനിക്കുട്ടനാണ്. എടാ ഇന്നാ മറ്റേ സംഭവം ഒന്ന് തരുമോ? എടാ മറ്റേ സീഡിന്ന് ആ വട്ടത്തിലേ ആ സാധനം അച്ഛനമ്മ കല്യാണത്തിന് പോവുകയെ ഞാൻ ഒറ്റക്കുള്ളു. പിന്നെ അപ്പാപ്പനല്ലേ, അപ്പാപ്പനെ അഡ്ജസ്റ്റ് ചെയ്തോളാം. വരുമോ? 10 മിനിറ്റുള്ളിൽ കൊണ്ടുവന്നോട്ടാ. ഓക്കെ അളിയാ. ഓക്കെ നീ എന്നെ എടുക്കാളോ അവിടെ? ഭയങ്കര പൊടി. എന്ത് പൊടിയാന്നറിയോ? പൊടിന്നല്ല, പൊടി പൊടി. ഇവിടെ എന്തോരം കാര്യങ്ങൾ ഇവിടെ ഉള്ള ഒരു പെണ്ണുള്ള വീടാ. എന്നിട്ട് ഈ പൊടി മുഴുവൻ ഞാൻ തന്നെ കളയണമെന്ന് പറഞ്ഞ ഇത്തിരി ബുദ്ധിമുട്ടാട്ടോ അമ്മേ. ഏത് പെണ്ണിന്റെ ആയിരുന്നു നീ പറഞ്ഞേ? അമ്മ പെണ്ണല്ലേ? പൊന്നു മോനെ, ഇതിനൊക്കെ പെണ്ണിന്റെ രൂപയേ ഉള്ളൂ, ബാക്കിയുള്ള ജോലിയൊക്കെ. നിന്നെ അങ്ങോട്ട് കെട്ടിക്കൊണ്ട് വന്ന പിന്നെ ഹലോ ഹലോ നിർത്തിയേ. നിങ്ങൾ കല്യാണത്തിന് പോകാൻ വേണ്ടി ഇറങ്ങിയല്ലേ? ശരിയാന്നല്ലേ കല്യാണം. നിങ്ങൾ ഇവിടെ കിടന്ന് തല്ലു പിടിച്ച് അങ്ങനെ മുഹൂർത്തത്തിട്ട് പെട്ടെന്ന് പോകാൻ നോക്കുന്നു. നീ വരുന്നില്ലടേ? ഞാൻ വന്നില്ല, എനിക്ക് ചിക്കൻ ബിരിയാണി ഇഷ്ടമല്ല അമ്മ. അതാ എടാ അവിടെ ചിക്കനും മട്ടനൊന്നും അല്ല, നല്ല ചോറും സാമ്പാറൊക്കെയാ. സാമ്പാറാണോ? ഒട്ടും വേണ്ട, ഗ്യാസാണ് ഗ്യാസ്. മക്കളെ നിനക്ക് ഇഷ്ടമുള്ള പരിപ്രദോനൊക്കെ ഉണ്ടോ അവിടെ? വേണ്ടമ്മേ, നിങ്ങൾ പോയി, എനിക്ക് പഠിക്കാനുണ്ടെന്ന് ഇവിടെ. അവരെല്ലാരും കൂടെ വന്ന് വിളിച്ചല്ലേ ഇതോടൊക്കെ ഞാൻ എന്നാ പറയൂടാ? പിന്നെ വിളിക്കേണ്ട മര്യാദ അവർക്ക്, പോകാതിരിക്കേണ്ട മര്യാദ നമുക്ക്. അമ്മ എനിക്കിവിടെ പഠിക്കാനുണ്ടെന്ന്. നിനക്ക് എന്താ പഠിക്കാനടാ? തിയറി. നീ അച്ഛന്റെ വായിന്ന് വല്ല തെറി കേൾക്കും കേട്ടോ. അതെ, നിങ്ങൾ പോ, ഞാൻ പിന്നെ വന്നോളാം. മക്കളെ എന്നാ ഞങ്ങള് പോട്ടുന്നോ? പിന്നെ ഫുഡ് എടുത്ത് വെച്ചിട്ടുണ്ട്, മീൻകറിയും വെച്ചിട്ടുണ്ട്, കഴിച്ചോണോ കേട്ടാ? മീൻകറി ഉള്ള? എന്താടാ ചിക്കൻ കറി ഇല്ലേ? നീയാണോ കുറച്ചു മുമ്പ് പറഞ്ഞ ചിക്കൻ വേണ്ട നിനക്കെന്ന്? അത് ഈ ബിരിയാണിയിലുള്ള ചിക്കൻ ഇഷ്ടമല്ലെന്ന് പറഞ്ഞത്. ഇവിടെ കുഴപ്പമില്ല, ഞാൻ കഴിച്ചോളാം. നിങ്ങളൊന്ന് പോ, സമയം. അപ്പാപ്പന് മരുന്ന് കൊടുക്കണം, ഇല്ലെങ്കിൽ ഇന്ന് ആകെപ്പാടെ ഞാൻ പെട്ടു. ഞാൻ ഏറ്റവും ഒന്ന് പോകാൻ അതൊക്കെ പോയാൽ മതി. ധൃതി വെച്ചൊന്നും വരണ്ട നിങ്ങള്. ഞാൻ നോക്കണ്ട, ഇവിടെ ഇരുന്നോണം, വീട്ടിൽ ഇരുന്നോണം കേട്ടോ. എളുപ്പമാകട്ടെ. അത് പോട്ടെ കേട്ടാ.